Hello dear students, today let us discuss the section 1.2.2 reflections. Reflections എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു സർഫസിൽ ഒരു ലൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേവ്, റേഡിയോ വേവ്സ് ഏതെങ്കിലും ഒരു വേവ് ടച്ച് ചെയ്ത് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതാണ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് തിയറംസ്, റിസൾട്ട്സ്. ഇപ്പം ആ കേസിൽ അതായത് നമ്മുടെ എലിപ്സ് എന്നുള്ള കോണിക്കാണ്, ആ കോണിക്കൽ ഷേപ്പാണ് നമ്മുടെ മിററെങ്കിൽ അവിടെ ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ലൈറ്റ് വേവ്സിനോ അല്ലെങ്കിൽ വേവ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അത് മേക്ക് ചെയ്യുന്ന ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ പരാബോളിക് ആണെങ്കിൽ, പരാബോളിക് ഷേപ്പുള്ള മിറർ ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ, ഇമ്പോർട്ടൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹൈപ്പർബോളിക് ആണെങ്കിൽ അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നോർമൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താ നോർമൽ ലൈൻ ഈസ് ടു ബി നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഞാനൊരു ബോളാന്ന് വിചാരിച്ചു കേട്ടോ, ഒരു 3 ഡയമെൻഷനലാണേ. ഓക്കെ, ഇതിൻ്റെ ഒരു പോയിന്റിൽ, ഈ പോയിന്റിലെ നോർമൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? നമുക്കറിയാം അത് പെർപെൻഡിക്കുലർ ആണെന്നറിയാം. ആ പെർപെൻഡിക്കുലർ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ആ സർഫസിന് പാരലായിട്ടുള്ള ലൈനിന്, പാരലാണ് ടച്ച് ചെയ്തിട്ടുണ്ടേ, പാരലൽ ലൈൻസിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ലൈനിന് നോർമലായിട്ട് വരുന്ന ലൈൻ എന്താണോ അതാണ് നോർമൽ. ഒരു ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് മനസ്സിലാവാനാണ്, നമുക്ക് അറിയാവുന്നതാണ്. എ ലൈൻ ഈസ് നോർമൽ ടു എ സർഫസ് ഇൻ R3. അത് ഞാൻ ബോൾ വരച്ച് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. If it is perpendicular to the tangent plane to the surface at the point its point with the intersection of surface. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫുട്ബോൾ ആണെങ്കിൽ കയ്യിൽ വെച്ചോ, അതിൻ്റെ മുകളിലൊരു പേപ്പർ വെച്ചു. ആ പേപ്പറാണ് നമ്മുടെ പ്ലെയിൻ കേട്ടോ. പ്ലെയിന് പേപ്പറും കൂടി ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും അല്ലേ? ആ പോയിന്റിന് പെർപെൻഡിക്കുലർ, ആ പേപ്പറിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് നേരെ മുകളിലേക്ക് ഒരു പേനയോ പെൻസിലോ വെച്ചാൽ എന്താണോ അതാണ് അതിൻ്റെ നോർമൽ. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ ലോ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ എലിപ്സ്, അതുപോലെ ഹൈപ്പർബോള, പരാബോള എന്ന് പറയുന്ന കോണിക്കിൽ അത് മിററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും എന്നുള്ള റിസൾട്ട്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. റിഫ്ലക്ഷൻ ലോ എന്താണ്? ദ ആംഗിൾ ദാറ്റ് കമ്മിങ് ലൈറ്റ് മേക്സ് വിത്ത് ദ ടാൻജന്റ് ടു ദ സർഫസ് ഈസ് സെയിം ആസ് ദ ആംഗിൾ ദാറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് മേക്സ് വിത്ത് ദ ടാൻജന്റ്. അതായത് ഇതാണ് ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറിൽ ഇതാണ് സർഫസ് എന്ന് പറയുന്നത്. അതൊരു പ്ലെയിൻ സർഫസ് ആണ്, കേർവ്ഡ് സർഫസ് ഒന്നുമല്ല. അപ്പോൾ അതിലേക്ക് ഒരു ലൈറ്റ് വേവ് ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇതാണ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഈ ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്ന ആംഗിളും സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെ? അത് തിരിച്ച് അതേപോലെ തന്നെ പോകുന്നുണ്ടാവും അല്ലേ? അതേപോലെ തിരിച്ചു പോകുന്നുണ്ടാവും. അതിൻ്റെ മുകളിലാണേ, മനസ്സിലാവാൻ വേണ്ടി കുറച്ച് നീക്കി വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കേർവ്ഡ് സർഫസ് ആണെങ്കിലോ, കേർവ്ഡ് സർഫസ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? കേർവ്ഡ് സർഫസ് ആവണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആംഗിൾ കാണാം? അതിനുള്ള ആ പോയിന്റ്, ഇതാണ് ഇപ്പോൾ ടച്ച് ചെയ്ത പോയിന്റ് മാർക്ക് ചെയ്തത്, അവിടെയുള്ള ടാൻജൻറ്റ് കേട്ടോ, അതാണ് ടാൻജൻറ്റ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ആ ടാൻജൻറ്റിനായിട്ടാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ടച്ച് മീൻസ് മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലേക്ക് വന്ന് പതിക്കുന്ന നമ്മുടെ ലൈറ്റ് വേവ്സ് അല്ലേ, അതിൻ്റെ ആംഗിളും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഓക്കെ, ദ ആംഗിൾ ദറ്റ് കമ്മിങ് ലൈറ്റ് മേക്സ് വിത്ത് ദ ടാൻജന്റ് ടു ദ സർഫസ് സെയിം ആസ് ദ ആംഗിൾ ദറ്റ് റിഫ്ലക്ട്സ് ലൈറ്റ് മേക്സ് വിത്ത് ദ ടാൻജന്റ്. ഈ 2 ആംഗിളും സെയിം ആയിരിക്കും. അത് നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ്. ദെൻ സൈൻ ഫോർമുല, ഇത് നമ്മൾ +2 പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. വി ആർ കൺസിഡറിങ് എ ട്രയാങ്കിൾ ABC വിത്ത് സൈഡ്സ് ABC. ഇത് എ, അത് ക്യാപിറ്റൽ എക്ക് ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ എ, ക്യാപിറ്റൽ ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ബി, ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ സി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ സൈൻ എന്നുള്ള ഇതിലായിരിക്കും ചിലപ്പോൾ A/sin A ഇങ്ങനെയാവും പഠിച്ചിട്ടുണ്ടാവുക, ഈക്വൽ ടു B/sin ക്യാപിറ്റൽ ബി ഈക്വൽ ടു C/sin ക്യാപിറ്റൽ സി, ഇങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവാൻ തോന്നുന്നു. അപ്പോൾ ഈ ഇവിടെ ആംഗിൾ കറക്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ആംഗിളാണേ. എ എന്ന് പറഞ്ഞ ആംഗിൾ BAC എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ CAB എന്ന് പറയാം എന്തായാലും. ഓക്കെ, അപ്പോൾ എന്താണ്? A ഡിവൈഡഡ് ബൈ എക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ സൈൻ അല്ലേ, സൈൻ തീറ്റ. അപ്പോൾ അത് തീറ്റയാണെങ്കിൽ A/sin A ഈക്വൽ ടു B/sin B ഈക്വൽ ടു C/sin C. ഓർക്കാനും എളുപ്പം അതാണ്. ശ്രദ്ധിക്കേണ്ട എന്താണ്? എ എന്ന് പറഞ്ഞ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. അതുപോലെ ക്യാപിറ്റൽ ബിയുടെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് സ്മോൾ ബി, അതുപോലെ CD കേട്ടോ. ആ ഫോമിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മുടെ സെക്ഷനിലേക്ക് അല്ലേ, നമുക്ക് കോണിക്സ് ആണ് നമ്മുടെ പ്രധാനമായിട്ട്. അപ്പോൾ കോണിക്സിൻ്റെ കേസിൽ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ എലിപ്സ്. Light
which comes from one focus of an elliptical mirror reflected at the ellipse to pass through the second focus. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ലൈറ്റിനെ പാസ് ചെയ്തിൻ്റെ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പുള്ള മിറർ ആണെങ്കിൽ ഒരു ഫോക്കസ് കൂടെ പാസ് ചെയ്തു പോകുന്ന ലൈറ്റ് ആണെങ്കിൽ അത് എലിപ്സിൻ്റെ ഇപ്പോൾ ഇവിടെ മിററാണ് കേട്ടോ, അത് മിറർ ആണെങ്കിൽ എലിപ്സിൻ്റെ ഏത് ഭാഗത്തിട്ടോ അതിൽ ഫിഗർ വരച്ച പോലെ ആവണമെന്നില്ല. ഇപ്പോൾ ഇവിടെയാണ് ടച്ച് ചെയ്യുന്നതെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇത് കൂടെ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? നമുക്ക് ഓൾറെഡി അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്നത് എന്താണ്? ലോ ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാം. അതായത് ഇതാണ് ഇത്. ഇപ്പോൾ ഈ ആംഗിൾ പറഞ്ഞത് ടാൻജൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഇപ്പോൾ ഇവിടെ θ1 എന്ന് വിചാരിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളാണ് θ2 എന്ന് വിചാരിക്കുക. ഈ രണ്ട് ആംഗിളും സെയിമാന്ന് കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകണമെന്ന് കറക്റ്റ് കിട്ടും. അപ്പോൾ ആ ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ലോ ഓഫ് റിഫ്ലക്ഷൻ കേട്ടോ. സോ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു എലിപ്സ് വരയ്ക്കുന്നു, രണ്ട് ഫോക്കസ് മാർക്ക് ചെയ്തു. ഇതിവിടെ ഫിഗർ ഉണ്ട്. ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ടേ, പറയാം എങ്ങനെയാണെന്നുള്ളത്. എന്താ വേണ്ട, എലിപ്സിൻ്റെ റിഫ്ലക്ഷൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒരു എലിപ്സ് വരച്ചു. എലിപ്സ് വരയ്ക്കുമ്പോൾ മിനിമം എന്തൊക്കെ കാര്യങ്ങൾ വേണം? രണ്ട് ഫോസി നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ? AE0 പോസിറ്റീവ് ഡയറക്ഷനിലും -AE0 നെഗറ്റീവ് ആക്സിസിലും, പോസിറ്റീവ് ആക്സിസിലും നെഗറ്റീവ് ആക്സിസിലും. ദെൻ രണ്ട് ഡയറക്ട്രിക്സ് വേണം അല്ലേ? X = A/E വൺ ഡയറക്ട്രിക്സ് ആൻഡ് X = -A/E സെക്കൻഡ് ഡയറക്ട്രിക്സ്. മിനിമം കാര്യങ്ങളാണേ. ദെൻ എനി പോയിന്റ് P മാർക്ക് ചെയ്യണം. എനി പോയിന്റ് P നമുക്ക് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് എളുപ്പത്തിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബി പോസിറ്റീവ്. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് എല്ലാം പോസിറ്റീവാണ് അല്ലേ? എക്സും വൈയും പോസിറ്റീവ് ആവുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ഈ നമ്മൾ ഒറിജിൻ സെൻറ്ററായിട്ടുള്ള എലിപ്സ് വരച്ചാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ പ്രൂവ് ചെയ്യണ്ടേ? രണ്ട് ഫോക്കസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വയലറ്റ് കളറിലൂടെ കൊടുക്കുന്നുണ്ട്. രണ്ട് ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഫോക്കസിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്ന മിററാട്ടോ. അതിപ്പം എലിപ്സിൻ്റെ ഇത് ഞാൻ ബാക്കിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, മിററാണേ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഈ ഫോക്കസ് കൂടെ പാസ് ചെയ്ത് പോകുന്നേ വേണ്ടേ. അപ്പോൾ ആ രണ്ട് ലൈൻസും നമ്മൾ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്, ടിക്ക് ചെയ്ത ലൈന്. അടുത്ത ലൈന് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആംഗിൾ മേക്ക് ചെയ്യുക? ആംഗിൾ കാണണമെങ്കിൽ, അതായത് ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്ഷൻ ആംഗിളും കാണണമെങ്കിൽ എന്ത് വേണം? ആ പോയിന്റിലുള്ള ടാൻജൻറ്റ് വേണം. അപ്പോൾ അവിടെ ഒരു ടാൻജൻറ്റും വരയ്ക്കുക. അതാണത് ഈ PT എന്ന് പറഞ്ഞ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫിഗർ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഫിഗർ നോക്കിയിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് നോക്കിയേ. പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഈ F', ഇത് Fൽ നിന്ന് തുടങ്ങണം കേട്ടോ. Fൽ നിന്ന് തുടങ്ങി ഇതല്ല, F പോസിറ്റീവായിട്ടില്ല നമ്മൾ എടുക്കുക. അപ്പോൾ അത് ഈ ടാൻജൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, FPT. അതാണ് റിഫ്ലക്ഷൻ ആംഗിൾ. ഏതാ വരുന്നത് നോക്കിയേ? റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ PF' ആണ് അല്ലേ? അത് ടാൻജൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാ നോക്കിയേ? ഈ ആംഗിൾ അല്ലേ? ഇപ്പം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ. ഇത് രണ്ടും സെയിം ആണെന്ന് കിട്ടിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും സെയിം ആണെന്ന് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് പണ്ടോട്ടേ അറിയാവുന്ന കുറച്ച് റിസൾട്ട്സ് മിസ് പറയുന്നുണ്ട്. രണ്ട് ലൈൻസ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ പെർപെൻഡിക്കുലറായി പോയി, ഞാനൊരു കുറച്ച് ചെരിഞ്ഞൊരു വരയ്ക്കാം. ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ്. ശരിയാണല്ലോ? ഇനി അത് നമുക്ക് ആവശ്യം വരുമേ. പിന്നെ ഒരെണ്ണം ഒരു സ്ട്രെയിറ്റ് ലൈനാണെന്ന് വിചാരിച്ചോ. ഇതിനെ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക, ഇൻസിഡൻറ്റ് മീൻസ് ലൈറ്റ് വേവ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഈ ലൈനായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഈ ആംഗിൾ എങ്ങനെ ആയിരിക്കും? ടോട്ടൽ ആംഗിൾ ഇത് ടോട്ടൽ 180 ആയിരിക്കും അല്ലേ? നമുക്കറിയാം കംപ്ലീറ്റ് എന്താണ്? ഈ കംപ്ലീറ്റ് ആണെങ്കിൽ അത് 360 ആണ്, പകുതി 180 ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഒരു തീറ്റയാണെങ്കിൽ തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടോട്ടൽ എന്താണ്? പൈ ആണ്. അപ്പോൾ ഈ ഭാഗം എന്തായിരിക്കും? പൈ മൈനസ് തീറ്റ ആയിരിക്കും. ഇത്ര മിനിമം കാര്യങ്ങൾ നമ്മൾ പണ്ടോട്ടേ നമുക്കറിയാവുന്ന മിനിമം കാര്യങ്ങളൊന്ന് മനസ്സിലോർത്തിട്ട് നമുക്കിനി പ്രൂഫ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ എലിപ്സ് ഒക്കെ വരച്ചു കേട്ടോ. എന്താണ് ഈ ബി ആൻഡ് എലിപ്സ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് P = P A cos t B sin t B an arbitrary point on E. എലിപ്സിൽ ഒരു ആർബിട്രറി പോയിന്റ് നമ്മൾ for the simplicity we shall assume that B lies in the first quadrant. എപ്പോഴും പോസിറ്റീവായിട്ട് എടുത്തു. ഓക്കെ, then as we see so earlier നമുക്കറിയാവുന്ന റിസൾട്ട് എന്താ? കോണിക്സിൻ്റെ കേസിലൊക്കെ PF എന്ന് പറയുന്നത്
മീൻസ് കോണിക്കിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പോയിന്റ് on the conic and the focus is the e times the distance from that point to the directrix അല്ലേ. ഡയറക്ട്രിക്സും പിയും തമ്മിൽ ഏത് പോയിന്റും നമ്മൾ ഡിസ്റ്റൻസിൻ്റെ ഈ മൾട്ടിപ്പിൾ ആയിരിക്കും ആ പോയിന്റും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് എല്ലാ കോണിക്കിൻ്റെ കേസിലും സെയിം ആണ് നമ്മൾ അറിഞ്ഞു അല്ലേ. ഈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും, 0 ലെസ് ദാൻ ദാറ്റ് ഇ ലെസ് ദാൻ 1 ആണെങ്കിൽ എലിപ്സ് ആയിരിക്കും, ഈക്വൽ ടു 1 ആണെങ്കിൽ ഹൈപ്പർബോള ആയിരിക്കും. അത്ര മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാ കേസിലും ട്രൂ ആണ്, നമുക്ക് എപ്പോഴും അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ദെൻ വാല്യൂസ്, അപ്പോൾ അതാണ് ആദ്യം എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കോണിക്സിൻ്റെ ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ പി എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ കറസ്പോണ്ടിങ് ഡയറക്ട്രിക്സ്. പി എന്നുള്ള പോയിന്റ് ഫോണിൽ വരയ്ക്കുന്നുണ്ട്, എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് അറിയില്ല. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നേരെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു എന്ന് വിചാരിക്കും. ഇത് പെർപെൻഡിക്കുലറാണ് കേട്ടോ. എനിക്ക് വേണ്ടത് ഏതാ നോക്കിയേ, പി ടു ഡി എന്നുള്ള പോയിൻ്റാണ് വേണ്ടത്. പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അത് കിട്ടാൻ ഞാൻ കറക്റ്റായിട്ട് ഇതേ താഴത്തേക്ക് വരച്ചു. ഇത് പെർപെൻഡിക്കുലറാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണ് എൻ്റെ എ കോസ് ടി എന്ന് പറയുന്ന പോയിൻ്റ്. ഓക്കെ, ഇത്രയും ഭാഗം കിട്ടാൻ എന്താ വേണ്ടേ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നിന്ന് ഇത്രയും ഭാഗം മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ, എ ബൈ ഇ ആണ്. ഈ നമ്മൾ നേരിട്ടിട്ട് താഴത്തേക്ക് വരച്ചില്ലേ, ആ പോയിൻ്റ് ഏതാ, എ കോസ് ടി ആണ്. അപ്പോൾ എന്ത് വരും, എ ബൈ ഇ മൈനസ് എ കോസ് ടി എന്ന് വരും. ഓക്കെ, എ ബൈ ഇ മൈനസ് എ കോസ് ടി, വിച്ച് ഈസ് ഇ ക്യാൻസൽ ചെയ്യും, എ മൈനസ് എ ഇ കോസ് ടി എന്ന് വരും. അതേപോലെ നമ്മൾ പി എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണേ. പി എഫ് ഡാഷ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം പി ടു ഡി ഡാഷ് അല്ലേ. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ്. പിയിൽ നിന്ന് ഡി ഡാഷിലേക്കാവുമ്പോൾ വാല്യൂ ഏതാ വരെ, അതേപോലെ ഇ ടൈംസ് ആണ്. പി ടു ഡിസ്റ്റൻസ് പറഞ്ഞ് ഞാൻ ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ വരച്ചു, പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഏതാ വേണ്ടേ, ഇതാണ് നേരത്തെ വരച്ച പോലെ ഞാൻ എൻ്റെ പെർപെൻഡിക്കുലർ ആണേ, വീണ്ടും പറയാണ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കേട്ടോ, പിയിൽ നിന്ന് ഡി ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം. അപ്പോൾ നമ്മളത് എങ്ങനെ കാണാം, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് അടുത്ത ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ശരിയല്ലേ. ഓക്കെ, ഇനി ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താ, ഇത് ഡയറക്ട്രിക്സ് ആണ്, മൈനസ് എ ബൈ ഇ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞത് എ ബൈ ഇ വരും, ശരിയല്ലേ. ഇനി ബ്ലൂ കളറിലുള്ള ഡിസ്റ്റൻസ് എന്താ, അവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ കോസ് ടി ആണ് അല്ലേ. അവിടുത്തെ എക്സ് ആക്സിസിൻ്റെ വാല്യൂ എ കോസ് ടി എന്ന് വരും. അപ്പോൾ എന്ത് വരും, പ്ലസ് ആണേ. അപ്പോൾ എന്ത് വരും, എ ബൈ ഇ പ്ലസ് എ ഇ കോസ് ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ ഫോർമുല യൂസ് ചെയ്തു. ഇനി പി എഫ് ബൈ പി എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ ദേ എ മൈനസ് എ ഇ കോസ് ടി ബൈ എ പ്ലസ് എ ഇ കോസ് ടി. എക്ക് ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് ഇങ്ങനൊരു ഫോം കിട്ടിയിട്ടുണ്ട്. 1 മൈനസ് ഇ കോസ് ടി ബൈ 1 പ്ലസ് ഇ കോസ് ടി. നമ്മുടെ എയിം എന്താ മറക്കരുത്, ആംഗിൾ അല്ലേ. ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ ലോ ഓഫ് റിഫ്ലക്ഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗിൾ ഏതൊക്കെയാണ്, ടാൻജൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളും മീൻസ് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളും ടാൻജൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ഈ രണ്ട് ആംഗിളോട്ട്. അപ്പോൾ അതിൻ്റെ ടേംസിൽ ഞാൻ എഴുതാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ഫിഗർ ഒന്നും കൂടി വരച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ ടാൻജൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയതുകൊണ്ട് എന്ത് വേണം, ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ വേണം, വിച്ച് ഈസ് നത്തിങ് ബട്ട് എക്സ് ബൈ എ കോസ് ടി പ്ലസ് വൈ ബൈ ബി സൈൻ ടി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി ടാൻജൻറ്റ് നേരെ നമ്മുടെ എക്സ് ആക്സിസ് ആയിട്ട് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടോ, ആ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ ഇക്വേഷനാണ് ഇത്. ഒരു പോയിന്റ് എക്സ് ആക്സിസിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, അവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് 0 പറഞ്ഞാൽ വൈ ബൈ ബി സൈൻ ടി എന്ന് പറഞ്ഞ ടേം കംപ്ലീറ്റ് 0 ആയി. ദാറ്റ് ഈസ് എക്സ് ബൈ എ കോസ് ടി വരും, എക്സ് ഈക്വൽ ടു എ കോസ് ടി എന്ന് വരും. അപ്പോൾ ആ പോയിന്റ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. കാരണം എനിക്ക് ആംഗിൾ വേണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രെയിറ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അത് എക്സ് ആക്സിസിലേക്ക് ടച്ച് ചെയ്തതാണേ. എക്സ് ആക്സിസിലേക്ക് നമ്മുടെ ടാൻജൻറ്റ് ടച്ച് ചെയ്തതാണ്. ഓക്കെ, സോ ആ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എ കോസ് ടിയിലാണ് അത് ടച്ച് ചെയ്യുക. ഇനി ടി എഫ് ബൈ ടി എഫ് ഡാഷ് ഓൾറെഡി നമുക്ക് എന്താണെന്നറിയാം, 1 മൈനസ് ഇതൊന്ന് നോക്കി നോക്കിയേ, ടി എഫ് ബൈ ടി എഫ് ഡാഷ്.
അതെങ്ങനെയാണ് കിട്ടുന്നത്? ടി എഫ് എന്ന് പറയുന്നത് ഇത് അല്ലേ, ഡിവൈഡഡ് ബൈ ടി എഫ് ഡാഷ്. അതെങ്ങനെയാണ്? എ ബൈ കോസ്റ്റ് ടി എഫ് എന്ന് പറയുന്ന ഇലമെൻറ്റ് എന്താ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ടി എഫ് ബൈ ടി എഫ് ഡാഷ് ആണ് അല്ലേ. ടി എഫ് ബൈ ടി എഫ് ഡാഷിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ടി എഫ് എന്ന് പറഞ്ഞ ലെങ്ത് എന്താണെന്ന് നോക്കാം. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടി എഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എങ്ങനെയാണ് ലെങ്ത് കിട്ടാൻ എളുപ്പം? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും അല്ലേ. ഇനി ഈ ടിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ബൈ കോസ്റ്റ് ആണ്. ഓക്കെ, എ ബൈ കോസ്റ്റ് ആണ്. അതായത് ഒറിജിനിൽ നിന്ന് ടിയിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് എ ബൈ കോസ്റ്റ് ആണ്. ടി എഫ് എന്ന് പറയുന്ന ലെങ്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ ലെങ്ത് നിന്ന് ഒ എഫ് എന്നുള്ളത് മൈനസ് ചെയ്യണം. എഫിൻ്റെ കോർഡിനേറ്റ് എന്താ? എ ഇ ആണ്. അപ്പോൾ ആ ലെങ്ത് എന്താ വരിക? ടോട്ടൽ ലെങ്ത് എ ബൈ കോസ്റ്റ് ആണ്. അതിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ലെങ്ത് എ ഇ മൈനസ് ചെയ്തു. അതായത് 1 മൈനസ് ഈ കോസ്റ്റ്. ടി എഫ് ഡാഷിൻ്റെ കേസിലോ? ടി എഫ് ഡാഷിൻ്റെ കേസിലാണെങ്കിൽ ഇതേ ഇവിടെ വരച്ചിട്ടുള്ള ഈ ടോട്ടൽ ലെങ്ത് വേണം. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇതാണ് എൻ്റെ ഒറിജിൻ കേട്ടോ. ഒറിജിനൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ എളുപ്പം അല്ലേ. അപ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ടിയിലേക്കുള്ള ഡിസ്റ്റൻസും പ്ലസ് ഒറിജിനിൽ നിന്ന് എഫ് ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസും. ടിയുടെ കോർഡിനേറ്റ് എ ബൈ കോസ്റ്റ്, എക്സ് കോർഡിനേറ്റ് എ ബൈ കോസ്റ്റ് ആയതുകൊണ്ട് ഈ ബ്ലൂ കളറിലുള്ളത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എ ബൈ കോസ്റ്റ് ആണ്. തിരിച്ച് ഒറിജിനിൽ നിന്ന് എഫ് ഡാഷിലേക്കുള്ള, അതായത് എഫ് ഡാഷിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് എ ബൈ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എ ഇ ആയതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ ഡിസ്റ്റൻസ് ഈ സമ്മ് കാണണല്ലേ. എ ബൈ കോസ്റ്റ് പ്ലസ് എ ഇ. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ എ ഔട്ട് സൈഡ് എടുത്തു. എ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ കോസ്റ്റ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 ബൈ കോസ്റ്റ് പ്ലസ് ഇ എന്ന് വരും. എ എന്ന് പറയുന്നത് നോൺ സീറോ ക്വാണ്ടിറ്റി ആണ്. സോ വി ക്യാൻ ക്യാൻസൽ. ഓക്കെ, ദെൻ എൽ സി എം എടുക്കുമ്പോൾ എന്താ വരിക? 1 മൈനസ് ഇ കോസ്റ്റ് ബൈ കോസ്റ്റ് എന്ന് വരുമേ. ബൈ 1 പ്ലസ് ഇ കോസ്റ്റ്. ഇപ്പോൾ ഈ ബൈ കോസ്റ്റ് രണ്ടിലും ബൈ കോസ്റ്റ് എന്നുള്ള ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോയാൽ 1 മൈനസ് ഇ കോസ്റ്റ് ബൈ 1 പ്ലസ് ഇ കോസ്റ്റ് എന്ന് വരും. വി ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് പി എഫ് ബൈ പി എഫ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ കിട്ടിയിട്ടുള്ളത് 1 മൈനസ് ഇ കോസ്റ്റ് ബൈ 1 പ്ലസ് ഇ കോസ്റ്റ്. ദാറ്റ് ഈസ് പി എഫ് ബൈ പി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ടി എഫ് ബൈ ടി എഫ് ഡാഷ്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ട്രയാങ്കിൾ നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോവാണേ. ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ടി ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾ. കാരണം നമ്മൾ സൈൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സൈൻ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? ക്യാപിറ്റൽ എക്ക് ഓപ്പോസിറ്റ് ഉള്ളതിന് സ്മോൾ എ എന്നും സൈഡ് ലെങ്ത്തിന് സ്മോൾ എ എന്നും ക്യാപിറ്റൽ ബി എന്നുള്ള വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ഉള്ളതിനെ സ്മോൾ ബി എന്നും ക്യാപിറ്റൽ സി എന്നുള്ള വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് സ്മോൾ സി ആണെങ്കിൽ എന്തായിരുന്നു? സ്മോൾ എ ബൈ സൈൻ ഓഫ് ക്യാപിറ്റൽ എ ഈക്വൽ ടു സ്മോൾ ബി ബൈ സൈൻ ഓഫ് ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ ഓഫ് ക്യാപിറ്റൽ സി എന്നാണ്. ഈ ടാൻജൻറ്റ് എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ മീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോസി, അതായത് എഫ് ഡാഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസ്. അത് ഏതൊക്കെ ട്രയാങ്കിൾസാണ്? എഫ് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ഇപ്പോൾ ഈ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ട്രയാങ്കിളും എഫ് ഡാഷ് ടീം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ വലിയ ട്രയാങ്കിളും. ഈ രണ്ട് ട്രയാങ്കിളിനുമാണ് നമ്മൾ സൈൻ ഫോർമുല യൂസ് ചെയ്യാൻ പോകണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ആണെങ്കിൽ ഇവിടുത്തെ ഒരു സൈഡ് എഫ് പി ഉണ്ട്, പിന്നെ ഒരെണ്ണം എഫ് പി ഉണ്ട്, ടി പി ഉണ്ട്, പിന്നെ ഒന്നുള്ളത് എഫ് ടി ആണ്. ഈ 3 സൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഉള്ളത്. അപ്പോൾ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതൊന്ന് നോക്കിയ ആംഗിൾ എന്നുള്ളത് പി എഫ് ബൈ ടി എഫ്. പി എഫ് ബൈ ടി എഫ് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടെ അറിയാവുന്നത് അതൊക്കെയാണ്. പി എഫ് ടി എഫ് അല്ലേ, പി എഫ് ഡാഷ് ടി എഫ് ഡാഷ് ഇങ്ങനെ ഒരു ഈക്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പി എഫ് ബൈ ടി എഫ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷിന് എഴുതാം. ശരിയാണല്ലോ അല്ലേ? അത് ക്ലിയർ ആണ് അല്ലേ? ഇതിനിങ്ങോട്ട് കൊണ്ടുവരാം തിരിച്ച്. പി എഫ് ബൈ ടി എഫ് ഈക്വൽ ടു പി എഫ് ഡാഷ് ബൈ ടി എഫ് ഡാഷ്. അപ്പോൾ ഈ രണ്ട് സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലാണ് ഞാൻ സൈൻ ഫോർമുല എഴുതാൻ പോണേ. ഓക്കെ, അപ്പോൾ പി എഫിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാന്ന് നോക്കിയേ? പി ടി എഫ്. അതായത് പി എഫ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് സൈൻ എഴുതാൻ മറക്കരുത്. സൈൻ ഓഫ് തീറ്റ ആംഗിൾ അല്ല, സൈൻ ഓഫ് ആംഗിൾ ആണ്. സൈൻ ഓഫ് ആംഗിൾ പി ടി എഫ് ഈക്വൽ ടു ടി എഫ് ഡിവൈഡഡ് ബൈ ഇതാണ് ടി എഫ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത്. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യണേ?
ഫോസി കൂടെ പാസ് ചെയ്ത് പോകുന്ന ആ ലൈൻസിൻ്റെ ആംഗിളാണ് വേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നോക്കി ഞാൻ മാർക്ക് ചെയ്തത് ടാൻജൻറ്റും ഫോക്കസ് മീൻസ് നമ്മുടെ ആ ഫോക്കസിൽ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഒരു റേ ഉണ്ടായിരുന്നില്ലേ, അത് തമ്മിലുള്ള ആംഗിളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. TPF എന്നോ FPT എന്നോ എന്താ വെച്ചാൽ അതിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ PF'/TF'. PF' എന്താന്ന് നോക്കിയേ, ഇതാണ് PF'. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ട്രയാങ്കിൾ ഏതാ മറക്കരുത്, ചെറിയ ട്രയാങ്കിൾ അല്ല, T ഇൻക്ലൂഡ് ചെയ്ത ട്രയാങ്കിൾ കേട്ടോ. അപ്പോൾ ആംഗിൾ വീണ്ടും നേരത്തെ കിട്ടിയ അതേ ആംഗിൾ ഇവിടെ കിട്ടിയിരിക്കണേ. PTF' ആണെന്ന് മാത്രം. നേരത്തെ PTF എടുത്തു, ഇപ്പോൾ PTF'. അപ്പോൾ ആ ആംഗിൾ സെയിം ആണ്, അത് നമുക്ക് ആവശ്യം വരും. അടുത്തത് PF' എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടി. ഇനിയുള്ളത് TF' അല്ലേ. TF' ആകുമ്പോൾ അതേ മുകളിലുള്ള ആംഗിൾ TF' ഡിവൈഡഡ് ബൈ TF'-ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഇത് കേട്ടോ, TPF'. ഓക്കെ, അത് നമ്മൾ ഈക്വലാണ്. ഓക്കെ, നമ്മൾ ആ സൈൻ ഫോർമുല അവിടെ യൂസ് ചെയ്തു. സൈൻ ഫോർമുല യൂസ് ചെയ്ത് കിട്ടിയപ്പോൾ നോക്കിയേ, PF/TF എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. PF'/TF' എന്ന് പറഞ്ഞിട്ടും ഒരു റേഷ്യോ കിട്ടിയിട്ടുണ്ട് ആംഗിളിൻ്റെ. പക്ഷേ PF/TF ഈസ് ഓൾറെഡി ഈക്വൽ ടു PF'/TF'. സോ വി ക്യാൻ ഇക്വേറ്റ് ദിസ് RHS. ഇനി RHS നോക്കുമ്പോൾ ഞാൻ നേരത്തെ വരച്ചു. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ ഇതേ ജസ്റ്റ് ട്രയാങ്കിൾ മാത്രമായിട്ട് വരച്ചിട്ടുണ്ട്. രണ്ട് കേസിലും ഇങ്ങനെ ഒരു ഇത് കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. അതായത് PTF നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, PTF' എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം ആംഗിളാണ്. ആംഗിൾ PTFും സൈൻ ഓഫ് PTF' സെയിം ആണ്. അപ്പോൾ എന്തൊരു ഡിനോമിനേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് സെയിം ആണ്. സൈൻ ഓഫ് TPF, ഇനി ആ ആംഗിൾസ് ഒന്ന് നോക്കാം നമുക്ക്. TPFും സൈൻ ഓഫ് TPF'. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, രണ്ടും സെയിം അല്ല അല്ലേ. പക്ഷേ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ ആണ് സെയിം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം. സൈൻ 0 ആണ്, സൈൻ π 0 ആണ്, 2π 0 ആണ്, 3π 0 ആണ്. ഈ പൈയും 2π ഒക്കെ സെയിം ആണോ? അല്ല അല്ലേ. പക്ഷേ സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ സെയിം ആണ്. കാരണം എന്താ, നമ്മുടെ സൈൻ്റെ ഗ്രാഫ് തന്നെ അങ്ങനെയാണ് അല്ലേ, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. -1നും 1നും ഇടയ്ക്ക് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സൈനിൻ്റെ ഗ്രാഫിൽ അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾസ് എൻ്റെ sin θ1 ഈക്വൽ ടു sin θ2 മീൻസ് ദാറ്റ് θ1 + θ2 മസ്റ്റ് ബി π. ഓക്കെ, അത് നമുക്കറിയാവുന്ന റിസൾട്ടാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് സാധ്യത എന്താ ഉള്ളത്, ആംഗിൾ TPF പ്ലസ് ആംഗിൾ TPF' എന്ന് പറഞ്ഞത് π ആണ്. ദാറ്റ് ഈസ് ആംഗിൾ TPF ഈക്വൽ ടു π മൈനസ് ആംഗിൾ TPF'. ഓക്കെ, ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇനി ഒറ്റ ലൈനിൽ അവർ ആൻസർ പറയുകയാണേ. ഇനി ഒന്നുകൂടി നോക്കാം. TPF എന്ന് പറയുന്നത് ഇത് ഈ ആംഗിളാണ്. TPF' എന്ന് പറയുന്നത് ഇത് ഈ ആംഗിളാണ്. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരു പോയിന്റ് ഒരു മീൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എന്തായിരിക്കും എന്നാ പറഞ്ഞേ, π ആയിരിക്കും. ഇവിടുത്തെ കേസിൽ നോക്കിയേ, ഈ F'-നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ലൈൻ ഉണ്ട് ഇവിടെ. അതായത് ഈ ടോട്ടൽ എന്താ, π ആണ്. ഇവിടെ മാർക്ക് ചെയ്ത ആൽഫയാണ് ആക്ച്വലി റിഫ്ലക്റ്റ് ആൽഫ എന്ന് പറയുന്നത് π മൈനസ് ഇത് പറയാം ആദ്യം, π മൈനസ് ടോട്ടൽ π ആണ്. π ഇന്ന് TPF' മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും, ശരിയല്ലേ. പക്ഷേ π മൈനസ് TPF' തന്നെയാണ് എന്ത്, ആംഗിൾ TPF എന്ന് പറഞ്ഞതും. അപ്പോൾ ഞാൻ മായ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തെഴുതാം, ഈ ആംഗിളും ആൽഫയാണ്, ഈ ആംഗിളും ആൽഫയാണ്. അപ്പോൾ ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി, ഇപ്പോൾ മാർക്ക് ചെയ്ത ആൽഫയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന മീൻസ് ടാൻജൻറ്റിലേക്ക് അല്ലെങ്കിൽ സർഫസ്, ഇവിടെ ഒരു എലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അതിലേക്ക് ടാൻജൻറ്റും മീൻസ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേയും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ് എനിക്ക് ആൽഫ എന്ന് കിട്ടിയത്. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ആൽഫ ഈക്വൽ ടു ബീറ്റയാണ്. കാരണം എന്താ, ബീറ്റ എന്താ നോക്കിയേ, ഇതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ആരോ മാർക്കൊക്കെ ഇട്ടിട്ടുണ്ട്. റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് PF' എന്ന് പറഞ്ഞത്. അതും ടാൻജൻറ്റുമായിട്ട് മയക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. ആൽഫ ഈക്വൽ ടു ബീറ്റ എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഈ ആംഗിൾ എന്താണെന്ന് നോക്കിയേ, ഇത് ആൽഫയാണ്, ഇതും ആൽഫയാണെന്ന് കിട്ടിയിട്ടോ. ആ ആൽഫയോടെ നിർന്നോട്ടെ. ഈ ആൽഫയുടെയും ബീറ്റയുടെയും പ്രത്യേകത എന്താ, ഇപ്പോൾ ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് ആൽഫയുടെയും ബീറ്റയുടെയും പ്രത്യേകത എന്താ, അത് രണ്ട് പോയിന്റ്സ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെങ്കിൽ എന്താ, അത് ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വലാണ്, ഈ രണ്ട് ആംഗിളും ഈക്വലാണ്, വിച്ച് മീൻസ് ആൽഫ ഈക്വൽ ടു ബീറ്റ. ആൽഫ ഈക്വൽ ടു ബീറ്റ എന്ന് പറയുമ്പോൾ
ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രോപ്പർട്ടി അല്ലേ പറയുമ്പോൾ എന്താ വരുന്നത്, ഒരെണ്ണത്തിൽ ഇൻസിഡൻറ്റ് ചെയ്ത് അത് ടാൻജൻ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിളും സെയിം ആണ് എന്ന് കിട്ടി അല്ലേ. പക്ഷേ ആ റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതുപോലെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ലൈൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയുള്ളത്, അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. എഫ് കൂടിയും എഫ് ഡാഷ് കൂടിയും പാസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതായത് ഫോക്കസ് കൂടെ എലിപ്സിൻ്റെ ഇൻസൈഡ് ഒരു മിറർ വെച്ചിട്ട് അതിനുള്ളിലേക്ക് എവിടേക്കൊക്കെ വെച്ചാലും അത് തിരിച്ച് വരുന്നത് നെഗറ്റീവ്സ് അല്ലെങ്കിൽ അടുത്ത ഫോഴ്സിൽ കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോവും. അതാണിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് കേട്ടോ.